പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേൾഡ് ലാർജസ്റ്റ് ഹ്യൂമൻ മാപ്പിന്റെ ഒരു ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോ ഞാൻ കാണിക്കാം. ഇതൊരു വേൾഡ് റെക്കോർഡാണ്. ഏകദേശം 7250 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് AKMHSS കോട്ടൂരാണ് ഇത്തരത്തിലുള്ള ഒരു വേൾഡ് റെക്കോർഡ് ഈ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചത്. AKMHSS കോട്ടൂര് ഇത്തരത്തിലുള്ള ഒരു വേൾഡ് റെക്കോർഡ് ഇട്ട വിവരം ഇവിടുത്തെ മുൻനിര മാധ്യമങ്ങൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല, ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പത്രത്തിലും വന്നിട്ടില്ല, ടിവിയിലും വന്നിട്ടില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന്റെ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 60 മില്യൺ ആളുകൾ ഇതിന്റെ ഈ ഒരു വീഡിയോ കാണുകയും ചെയ്തു. നമുക്ക് ആദ്യമേ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം ആരുടെ റെക്കോർഡാണ് ഈ AKMHSS കോട്ടൂര് തകർത്തത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഗൂഗിൾ പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലെ ഹ്യൂമൻ മാപ്പുകൾ, അതായത് ഇന്ത്യയുടെ കോഡ് ഉപയോഗിച്ച് വലിയ ഹ്യൂമൻ മാപ്പുകൾ വിവിധ സംസ്ഥാനത്തുള്ള കുട്ടികൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ലാസ്റ്റായിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ തൃശ്ശൂര്. അവര് 2024 5100 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള വലിയൊരു ഹ്യൂമൻ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേൾഡ് റെക്കോർഡൊന്നുമല്ല. അപ്പോൾ പ്രധാനമായിട്ടും ഇതുപോലെ ജാനുവരി 26-നും ആഗസ്റ്റ് 15-നും ഒക്കെയാണ് ഇത്തരത്തിലുള്ളൊരു ഭൂപടങ്ങൾ, അതുപോലെ വലിയ ഈ ഹ്യൂമൻ മാപ്പുകൾ ഉണ്ടാക്കപ്പെടുന്നത്. ഇതുപോലെ വിവിധ രാജ്യങ്ങൾ അവരവരുടെ ഭൂപടം ഉപയോഗിച്ച് വലിയ ഹ്യൂമൻ മാപ്പുകൾ ഉണ്ടാക്കി ഇങ്ങനെ വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുക്കം ഇടം നേടിയത് ഓസ്ട്രേലിയയാണ്. ഏകദേശം 7243 കുട്ടികളെ അണിനിരത്തിയാണ് അവർ അന്ന് വേൾഡ് റെക്കോർഡ് നേടിയത്. അതാണ് ഇപ്പോൾ 7250 കുട്ടികളെയും അധ്യാപകരെയും അണിനിരത്തി ഈ ഒരു സ്കൂള് മറികടന്നിരിക്കുന്നത്. AKMHSS കോട്ടൂര് വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ടും ഇതുവരെയും ഇവിടുത്തെ മുൻനിര മാധ്യമങ്ങൾ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള കാര്യം വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ചെറിയ ഇതുപോലുള്ള ന്യൂസുകൾ വരെയും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ആരും തന്നെ ഇത് ഗൗനിച്ചില്ല. അത് പോട്ടെ, നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു വേൾഡ് റെക്കോർഡ് കണ്ടതാണ്. ദിവ്യ ഉണ്ണി നേതൃത്വം നൽകി ഒരുപാട് ഡാൻസേഴ്സ് ഒക്കെ പങ്കെടുക്കുകയും വലിയ വിവാദമാകുകയും ചെയ്ത ഒരു വേൾഡ് റെക്കോർഡ്. അതിന്റെയൊക്കെ ലൈവ് പ്രോഗ്രാമാണ് ഇവിടെയുള്ള മുൻനിര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതിനകത്ത് വലിയ സെലിബ്രിറ്റികളൊക്കെ പങ്കെടുത്തുകൊണ്ടായിരിക്കാം അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. അതിനെ സംബന്ധിച്ച് MLA അതിന്റെ സ്റ്റേജിൽ നിന്ന് വീണു. അതുപോലെ തന്നെ അതിനകത്ത് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ പുറത്തു വന്നു. അതിന് വലിയ പബ്ലിസിറ്റി ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലൊരു സ്കൂള് അവരുടെ കഴിവിനനുസരിച്ച് കുട്ടികളെയൊക്കെ അണിനിരത്തി ഓസ്ട്രേലിയയുടെ വലിയൊരു വേൾഡ് റെക്കോർഡ് മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് വേണ്ട വിധത്തില് അതിനൊരു വാർത്താ പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളോ തയ്യാറായില്ല എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ സ്കൂളിന്റെ വേൾഡ് റെക്കോർഡ് നേട്ടത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.